നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു അതിഥിയാണ് JB ജംഗ്ഷനിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ, എന്നാൽ ജനപ്രിയ പദ്ധതികളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച, ദേശീയ ചാനലിന്റെ ജനപ്രിയ പുരസ്കാരം കരസ്ഥമാക്കിയ DIG ഇന്റലിജൻസ് ശ്രീ P. വിജയൻ. അദ്ദേഹത്തെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. എന്താ ഞാൻ ചോദിക്കേണ്ടത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യയിൽ ജനപ്രിയനായി മാറുക, വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലൊരു വൈരുദ്ധ്യാത്മിക ഭൗതികമാണോ, അതെയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ജനപ്രിയരാണോ? എന്താ? എനിക്കൊന്ന് രണ്ടാമത്തതാണ് ശരി. കാരണം തിരിച്ചങ്ങോട്ട് പോകണമല്ലേ? അതല്ല, പോലീസ് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. അതാണ്, അതുകൊണ്ടായിരിക്കണം ജനപ്രിയത്വം നമുക്ക് അറിയപ്പെടാത്തത്, തോന്നാത്തത്. വേണം അതിനകത്ത് വേണം ഒരു ചോദ്യം കൊണ്ട് എനിക്ക് ചോദിക്കാം. അതായത് പോലീസ് തെറ്റി ജനപ്രിയയിൽ നിന്ന് ജനവിരുദ്ധതയിലേക്ക് പോയതാണോ, അതെയോ താങ്കൾ തെറ്റി പോലീസിലേക്ക് വന്നതാണോ? ഇതിൽ ഏതായിരിക്കും ശരി? അങ്ങനെയല്ല, ഞാൻ ഒരു പോലീസിന്റെ തനതായിരിക്കുന്ന, ബഹുഭൂരിപക്ഷം പോലീസിന്റെയും തനതായിരിക്കുന്ന ഒരു മുഖം റെപ്രസെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ ഒരു പരിച്ഛേദമാണ് താങ്കൾ. തീർച്ചയായിട്ടും ഞാനൊരു പോലീസുകാരനായിട്ട് അറിയപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അറിയപ്പെടാനും പോലീസുകാരനാണെന്ന് അഭിമാനിക്കാൻ തീർച്ചയായിട്ടും ഞാൻ അഭിമാനിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ചാനൽ നൽകിയ ഒരു ജനപ്രിയ പുരസ്കാരം, അത് നമ്മുടെ സ്വന്തം ശ്രീ P. വിജയനെ തേടിയെത്തി എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം അഭിമാനമുള്ള കാര്യമാണ്. താങ്ക് യു. ഇത് ആരെങ്കിലും പിക്ക് ആൻഡ് ചൂസ് ചെയ്തതല്ല, ജനങ്ങളിൽ നിന്നുള്ള നോമിനേഷനിലൂടെയാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വന്നത്. എനിക്ക് താങ്കളുടെ വളരെ ഹ്രസ്വ പ്രതിപാദനത്തിൽ ഇഷ്ടപ്പെട്ടത്, താങ്കൾ ജീവിതത്തിൻ്റെ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചു. താങ്കൾ ആദ്യം പറഞ്ഞത്, നമ്മുടെ വയലേലകളിലും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ മേഖലകളിലും കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് താങ്കൾ ഈ അവാർഡ് സമ്മാനിക്കുന്നു. ഒരു DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു സമർപ്പണം താങ്കൾ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെടാത്ത, തീർത്തും ദൂരെ നിൽക്കുന്ന ഒരു മേഖലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളത് ഒരുപക്ഷെ താങ്കളുടെ മെഡില്ല ഒബ്ലാങ്കട്ടയിൽ കുടികൊള്ളുന്ന ചില വികാര വിക്ഷോഭങ്ങൾക്കുണ്ടാകാം. ശരിയോ തെറ്റോ? ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങൾ, ഞാനിത് ഈ ഒരു പ്രയോറിറ്റി എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിന് അറിയാൻ തുടങ്ങിയ കാലം മുതലൊക്കെ സൂക്ഷിക്കുന്ന, പക്ഷേ ഇത്ര ഉച്ചത്തിൽ പറയാൻ, ഇത്ര ആളുകൾക്ക് പറയാൻ, ടെലികാസ്റ്റ് ചെയ്യാനൊന്നും ആരുകളില്ലാത്ത തരത്തിൽ അവസരങ്ങളിലായിരുന്നു ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിരുന്നു. കാരണം ഇത് പറയാൻ കാരണം, ഈ ആരാണ് യഥാർത്ഥത്തിലെ ഹീറോസ് എന്ന് എനിക്ക് തോന്നാറ്. ഒരുപക്ഷെ താജ്മഹൽ കെട്ടിയിരിക്കുന്നത് നമുക്കൊരു ദർശന സൗഭാഗ്യം നൽകിയേക്കാം, പക്ഷേ നമ്മളെ വീട്ടിൽ വിശക്കുന്ന സമയത്ത് താജ്മഹൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആൾ ശരിക്കും യഥാർത്ഥത്തിൽ ഹീറോ തന്നെ. ഒരുപക്ഷെ നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ആരോ രാപ്പകൽ വെയിൽ കൊണ്ട്, അല്ലെങ്കിൽ പകൽ മുഴുവൻ വെയിൽ കൊണ്ട് പണിയെടുത്തിട്ട് നെല്ല് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഗോതമ്പ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മൾ വലിയ ബിൽഡിങ്ങുകൾ, ഇന്ന ആളുടെ പേര് ഇന്ന ആളതാണെന്നും ഇന്ന ആൾ ഉണ്ടാക്കിയതാണെന്നും പറയും. അതിന് എത്രയോ ആളുകൾ വെയിലിൻ്റെ കൊടും ചൂടിൽ 10ഉം 15ഉം നില 50-60 കിലോ വെയിറ്റ് തൂക്കിയിട്ട് മേലോട്ട് പോകുന്നുണ്ടായിരിക്കണം. പക്ഷെ എന്തുകൊണ്ടും അറിയില്ല, അവരൊക്കെ തന്നെ ഒരു ഫോളോവേഴ്സും നമ്മളെല്ലാം ഒരു ലീഡേഴ്സുമായിട്ടാണ് നമ്മൾ ലോകം കാണുന്നത്. തിരിച്ചു വരാം. എന്താ കാരണം എന്ന് വെച്ചാൽ, താങ്കൾ സംസാരിക്കുന്നത് താങ്കളുടെ ജീവിത വഴിത്താരയിലെ തീഷ്ണമായ അനുഭവങ്ങളുടെ ഒരു ചാർട്ടിൽ നിന്നുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പലർക്കും അറിവുണ്ടാവില്ല. ഈ ഇൻ്റർവ്യൂ പുരോഗമിക്കുമ്പോൾ അവർക്കും അത് സംബന്ധിച്ചൊരു ധാരണ കിട്ടും. ഇവിടെ ഈ അവാർഡ് കിട്ടുന്നു, ഇത് ആരെങ്കിലും പിക്കപ്പ് ചെയ്തൊരു അവാർഡല്ല. ഇത് ഒരു ഗാലപ്പോളിലൂടെ, വോട്ടിങ്ങിലൂടെ കിട്ടിയ അവാർഡാണ്. ഒരുപക്ഷെ ബോളിവുഡിലെ പല ബാദുഷമാരെയും താങ്കൾ പിന്നിലാക്കിക്കൊണ്ടാണ് താങ്കൾ ഈ പുരസ്കാരത്തിന് പാത്രമായത്. ചെറിയ കാര്യമല്ല. ചെറിയൊരു അഹങ്കാരം വേണമെങ്കിൽ ഇപ്പോൾ തോന്നാവുന്നതാണ്. അതായത് ഷാറൂഖ് ഖാനെ പോലെ നൃത്തം കളിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തെക്കാൾ കൂടുതൽ ജനപ്രീതി താങ്കൾക്കുണ്ട് എന്ന്
താങ്കൾ തെളിയിച്ചു. അതേ നൃത്തം കളിക്കുമോ എനിക്കറിയില്ല. നൃത്തവുമില്ല, 6 പാക്കും ഇല്ല, 8 പാക്കും ഇല്ല. പക്ഷെ ചില പോലീസുകാർ ചില മറ്റുള്ളവരെ കൊണ്ട് നൃത്തം കളിപ്പിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കാറ്റഗറിയിൽ താങ്കൾ വരില്ല. അല്ല, അങ്ങനെ അനാവശ്യമായിട്ട് നൃത്തം കളിപ്പിക്കാറില്ല. ആവശ്യമാണെങ്കിൽ കളിപ്പിക്കും. ആവശ്യം എന്നല്ല, ചിലപ്പോൾ ചില ആളുകള് അസത്യത്തിന്റെ ലോകത്ത് നിൽക്കുമ്പോൾ സത്യം പറയിപ്പിക്കാൻ ചില പെട വേണ്ടി വരും. ചില നൃത്തങ്ങളുടെ വഴി സ്വീകരിക്കേണ്ടി വന്നേക്കാം. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാരെ പിന്നിലാക്കി താങ്കൾ ഈ വിജയം കരസ്ഥമാക്കി. എനിക്ക് തോന്നുന്നു ഞാനും ഈ പറഞ്ഞ താങ്കളുടെ ഈ പറഞ്ഞ ഉയർച്ചയിൽ ഒരുപക്ഷെ തുടർച്ചയായിട്ട് ഫോളോ ചെയ്തൊരു വ്യക്തിയായിരുന്നു. ആകസ്മികമായിട്ടാണ് താങ്കൾ മുമ്പിലേക്ക് വന്നത്. അത് മാത്രമല്ല, സ്റ്റഡി ലീഡ് കിട്ടി, ജനങ്ങൾ താങ്കൾക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകി. എന്തായിരിക്കാം ഒരുപക്ഷെ ഈ ഗ്ലാമറിൻ്റെ പരിവേഷമില്ലാത്ത സാധാരണക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ജനം പിന്തുണയ്ക്കാൻ കാരണം എന്താ? അതിനകത്തൊരു ഒരു മാട്രിക്സ് ഉണ്ടോ, ഒരു മർമ്മമുണ്ടോ? ഞാൻ വളരെ ഗൗരവമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എന്നെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ 36 പേരാണ് ഞങ്ങളുടെ ലിസ്റ്റിലുള്ളത്. അതിൽ എനിക്ക് ആദ്യം തോന്നിയ ഒരു കാര്യം, ഈ 36 പേരിൽ ഫേമസ് അല്ലാത്ത, അറിയപ്പെടാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഇപ്പം ജനങ്ങൾ ഈ കൺഫ്യൂഷനിൽ പെട്ടിട്ട് 35 ആളുകളുടെ കൺഫ്യൂഷനിൽ പെട്ടിട്ട് അറിയപ്പെടാത്ത ഒരാളെ സെലക്ട് ചെയ്താണോ എന്ന് ഞാൻ ആദ്യം കരുതിയിരുന്നു. കാരണം പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനില്ല, ഞാൻ വേണോ വേറൊരാൾ വേണോ എന്നുള്ളത്. പിന്നെ ഇത് ജനുവരി 4 ആയിരുന്ന സമയത്ത് എനിക്ക് ടോട്ടൽ പെർസെൻറ്റേജ് 39 ആയിരുന്നു. അപ്പം ഇത്രയും പെർസെൻറ്റേജ് എങ്ങനെ വന്നു എന്നുള്ളത് പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ജനുവരി 31 ആയി. ആ സമയത്ത് കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായി, ചില പേര് മുന്നിലോട്ടൊക്കെ വന്നിരുന്നു. പക്ഷേ അവസാനിക്കുന്ന സമയത്ത് 44% ആയി. പിന്നീട് അത് ഫെബ്രുവരി 11 നീട്ടിയ സമയത്ത് അപ്പോഴും അത് 51% ആയി. ഞാൻ ഈ സമയത്ത് ഒരു ദിവസം പോലും എൻ്റെ ഒഫീഷ്യൽ ജോലിയിൽ നിന്നും മാറി നിന്നിട്ടില്ല. ഒന്ന്, ഞാൻ ഈ സമയത്ത് രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏറ്റവും ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിൽ ഞാൻ ഡൽഹിയിലെ ഇലക്ഷൻ ഒബ്സർവർ ആയിരുന്നു. വളരെ തിരക്കേറിയ സമയം. ഞാൻ ഇതിനു വേണ്ടി ഒരു ക്യാമ്പയിനും നടത്തിയിട്ടില്ല. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. കാരണം ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം? അതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് നോട്ട്. ഒന്ന്, ഇതിൻ്റെ പിന്നിൽ ഈ ഫേസ്ബുക്ക് കമൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ സാധാരണക്കാരായിരിക്കുന്ന ആളുകളാണ് കൂടുതലും എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയോ, എല്ലാ ആളുകളും ജീവിതത്തിൻ്റെ ചെറിയ കാലഘട്ടത്തിൽ എന്തൊക്കെയോ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, എന്തൊക്കെയോ സ്വപ്നങ്ങളുണ്ടാവും. പിന്നീട് എവിടെയോ എത്തിപ്പെട്ടതിൽ കോംപ്രമൈസ് ചെയ്ത് പോയിട്ട് ജീവിക്കുന്ന, പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളായിട്ട് നിൽക്കുന്നുണ്ടോ. അവരെയൊക്കെ ഒരു ആസ്പിറേഷൻ്റെ പ്രതീതിയായിട്ട് ഒരു പക്ഷേ എന്നെ അവർ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാനത് അവരിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടില്ലായിരുന്നു. കാരണം ഞാൻ എങ്ങനെയാണ് ഈ സർവീസിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് ഞാൻ അവരിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ട് വേറൊരു മുഖം ഞാൻ കാണിച്ചിട്ടില്ല. രണ്ടാമത്തതൊരു കാര്യം, ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ടാവും, എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖല, അത് എൻ്റെ കുട്ടികൾക്കെങ്കിലും എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ. ആ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ കുറേ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കുറേ കുട്ടികൾ ഞങ്ങൾ എന്നെ മെൻറ്റർ ചെയ്യുന്നുണ്ട് വളർച്ചയിൽ. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടപ്പോഴായിരിക്കും അവരുടെ ഒരു പ്രതീതിയായിട്ട്, അവരുടെ പ്രതീക്ഷയുടെയോ അവരുടെ സ്വപ്നങ്ങളുടെയോ ഒക്കെ ഒരു പ്രതീതിയായിട്ട് ഒരു പക്ഷേ എന്നിൽ കാണേണ്ടതായിരിക്കണം വളരെ മാസീവായിട്ട് വോട്ടിങ്ങിന് വേണ്ടിയിട്ട്, വോട്ട് ചെയ്യാൻ വേണ്ടി. എന്തായാലും ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. സാധാരണക്കാരുടെ വർദ്ധിച്ച പിന്തുണ, അതിന് ഒരു കാരണം താങ്കളുടെ ജീവിതം എന്താണെന്നുള്ള കാര്യം താങ്കൾ ഒരിക്കലും മറച്ചു വെക്കാറില്ല. ഒരു സെൻസിബിളായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങും അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും. പക്ഷേ എങ്കിൽ പോലും സമൂഹം എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടമായതുകൊണ്ട് പല രീതിയിൽ, ആരെ പറഞ്ഞ പോലെ ഇവിടെ ഒറിജിനൽ പണ്ടത്തേക്കാൾ കൂടുതൽ വിറ്റുപോകുന്ന മുക്കുപണ്ടങ്ങളാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളത് പോലെ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ചേരുവകളുണ്ട്. താങ്കളുടെ ഏറ്റവും വലിയ ശക്തി ഞാൻ കാണുന്നത്, ഞാൻ താങ്കളെ വളരെ അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളാണ്, താങ്കളുടെ ഒരുപാട് കുരുത്തക്കേടുകൾ അറിയാവുന്ന ഒരാളാണ്. അതൊന്നും പറയുന്നില്ല, പേടിക്കണ്ട. അതെ, നല്ല അർത്ഥത്തിലാണ് കേട്ടോ, വേറെ ഒന്നും തെറ്റിയിരിക്കരുത്. കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല അർത്ഥം വേണം. അതെ. അപ്പോൾ താങ്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത, താങ്കൾ വന്ന വഴി മറന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏറ്റവും സുഹൃതം ചെയ്തവൻ എന്ന് പറയുന്നത് വന്ന വഴി മറക്കാത്ത ഒരാളാണ്. വന്ന വഴി മറക്കാത്തവൻ. അതുകൊണ്ടായിരിക്കാം കേരളം ഒന്നടങ്കം, അതിപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഉൾപ്പെടെ, സാധാരണക്കാരുൾപ്പെടെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം, അതിപ്പം ദിലീപാണ്, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, ഏത് തരക്കാരും, ഞാൻ പറഞ്ഞ സ്റ്റാർസ് മാത്രമല്ല സാധാരണക്കാർ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതെ, പേരില്ലാത്ത ആൾക്കാർ, മുഖമില്ലാത്ത ആൾക്കാർ, അഡ്രസ് ഇല്ലാത്ത ആൾക്കാർ, അവരൊക്കെ ഇതിൽ ഭാഗവാക്കായി. നോക്കാം. ഇപ്പോൾ
CNN വോട്ടെടുപ്പിൽ അമീർ ഖാൻ, സൽമാൻ ഖാൻ തുടങ്ങി വളരെ പോപ്പുലറായുള്ള വ്യക്തികളെക്കാളും വളരെയധികം വോട്ട് വാങ്ങി വിജയൻ ഒന്നാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. എന്നാൽ കേരളത്തിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ആയാലും ഷാഡോ പോലീസ് ആയാലും അതുപോലുള്ള മറ്റ് പല പരിപാടികളായാലും ചെയ്തിട്ടും ഇതുവരെ ഒരു GSC പോലും ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങളിൽ അത് ഏതെങ്കിലും വിധത്തിൽ വിജയൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയുണ്ടായോ? അതല്ല, ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നടക്കും. നമ്മൾ പലപ്പോഴും കാണാറുള്ളത് പോലെ മറ്റ് പലരും ചെയ്തിരിക്കുന്ന ജോലികളുടെ ക്രെഡിറ്റ് മറ്റാൾക്കാർ കൊണ്ടുപോകുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതുപോലെ നടന്നോട്ടെ, അവസാനം സത്യം കിട്ടേണ്ടത് കിട്ടും എന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ, അതിന് അവാർഡുകളൊന്നും പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ചോദ്യമാണ്, പ്രസ്താവനയാണ്. സാറിന് എന്നോട് വളരെ സ്നേഹം കൂടുതലുള്ളതാണ്. ഈ സ്നേഹം എന്നും ഉണ്ടായിരിക്കട്ടെ. അത് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇപ്പോൾ ഞാനെന്ന് പറയുന്നതിൽ ഒരു വലിയ തെറ്റുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ക്രെഡിറ്റ് എടുക്കുന്നതും ശരിയല്ല. ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൻ്റെ തുടക്കക്കാരൻ ഒരു പക്ഷേ ഞാനായേക്കാം. അതുകൊണ്ടായിരിക്കാം എൻ്റെ ഞാൻ വിജയൻ ഇനീഷ്യേറ്റ്. പക്ഷേ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഈ പ്രശ്നം ഇതെല്ലാം തന്നെ ഈ പദ്ധതികൾ ഒരു 14 പദ്ധതികളോളം ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പം പലതും ഒരു 14 എണ്ണവും ഏകദേശം നടക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോരോ പ്രശ്നങ്ങളോട് നമ്മളുടെ പ്രതികരണമാണ്. ഓരോരോ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നത്തെ നമുക്ക് ചർച്ച ചെയ്ത് വഷളാക്കാൻ വേണ്ടി പറ്റിയേക്കും, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് അതിനെ കുലങ്കുഷമായിട്ട് ഡിസ്കസ് ചെയ്ത് സമയം കളയാം. ഞങ്ങൾ കാണുന്ന ഒരു കാര്യം, ഒരു പ്രശ്നത്തെ ചർച്ച ചെയ്ത് വഷളാക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരത്തിൻ്റെ വഴിക്ക് എന്ത് ചിന്തിക്കുക എന്നുള്ള ഈ പ്രവർത്തികളെല്ലാം നടത്തുന്നത് പ്രശ്നങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവരല്ല, പരിഹാരത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. ഇവിടെ ഈ പ്രശ്നങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത ഓരോന്നിൻ്റെയും നടത്തിപ്പും കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ തന്നെ സമയം നമുക്ക് തികയുന്നില്ല. അതിൻ്റെ അകത്താണ് നമ്മൾ. പിന്നെ അത് മാത്രമല്ല, അത് ഓരോന്ന് ചെയ്യുന്ന സമയത്തും കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് വളരെ അപാരമാണ്. പക്ഷേ വിജയൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായി കഴിഞ്ഞാൽ, അതായത് ഒരു ഔദ്യോഗിക ഭരണ നിർവഹണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പല ആൾക്കാരുടെ മോട്ടിവേഷൻ അസ്തമരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് പലപ്പോഴും. അത് ഒരുപക്ഷെ ആ മരവിപ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ താങ്കളെയും വേണമെങ്കിൽ ബാധിച്ചിരുന്നേക്കാം. പക്ഷെ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു മനസ്ഥൈര്യമോ അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനോ ഇന്നവേഷനോ മോട്ടിവേഷനോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാകും. അതാണ് താങ്കൾ ഈ പറഞ്ഞ പോലെ പല ഭാവനകളും താങ്കളുടെ മനസ്സിൽ മുട്ടിടുകയും അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തുകയും ചെയ്യുന്നു. ശ്രീ സെൻകുമാർ നല്ല പരിണതപ്രജ്ഞനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അതായത് പലപ്പോഴും കള്ളനെ പിടിക്കുന്ന പോലീസുകാരന് അതിന് അംഗീകാരം കിട്ടാറില്ല, വേറെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, സാറ് പറഞ്ഞത് ചില ഒഫീഷ്യൽ അംഗീകാരങ്ങളൊക്കെ കുറിച്ചിട്ടായിരിക്കാം. പക്ഷേ സാറിന്റെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആത്യന്തികമായി കിട്ടിയിട്ടാണ്. അത് നമ്മൾ ഇത് ഞാൻ പറയാണ്, എൻ്റെ വിശ്വാസം തെറ്റല്ലായിരുന്നു എന്നുള്ളത് ശരിയാക്കിയതാണ്. ഈ CNN IBN അവാർഡിന്റെ കുറിച്ചിട്ടുള്ള നോമിനേഷൻ എൻ്റെ ഇമെയിൽ ബോക്സ് കാണുന്ന സമയത്താണ് ഞാൻ അറിയുന്നത്. അല്ലാതെ ഒരു വിധത്തിലും ഞാൻ ക്യാൻവാസ് നടത്തി, എൻ്റെ ഫ്രണ്ട്സുകൾ ക്യാൻവാസ് നടത്തി, ഓർഗനൈസേഷൻ നടത്തി വെച്ചതിൽ. അപ്പം ഇവിടെ ഒരു പരമമായ സത്യം പണ്ട് കാലം മുതലേ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ കർമ്മത്തിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫലം വരും. അതിനെ പറ്റി ചിന്തിക്കേണ്ടതില്ല എന്നുള്ള ഫലത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. താങ്കളുടെ പ്രവർത്തനത്തിൽ ഏറ്റവും മഹത്തരമായിട്ട് ഒരു പക്ഷേ ആൾക്കാർ വിധി എഴുതുന്നത് കുട്ടി പോലീസാണ്. അതായത് സ്റ്റുഡൻറ്. അതെ, അത് കുട്ടി പോലീസ് എന്നുള്ള ആ വാക്ക്, അതിൻ്റെ പരിഭാഷ തന്നെ വളരെ മനോഹരമാണ്. അതിന് ഓമനത്തുള്ളൊരു വാക്കാണ്. അതേക്കുറിച്ച് ഒരാൾ നോക്കട്ടെ, ആരാ പറയുന്നത്. ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, അത് കൺസെപ്റ്റ് ചെയ്ത ഘട്ടം. 2, ഒരു പരീക്ഷണ കാലഘട്ടം. 3, ഇന്നത്തെ നിലയിൽ മറ്റു രാജ്യങ്ങൾ കൂടി അത് വ്യാപിപ്പിക്കുന്ന ഒരു ഘട്ടം. സാർ ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ് വാങ്ങിയ ഘട്ടം. ഇതിൽ ഈ പരീക്ഷണ കാലഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയ സന്ദർഭം, അങ്ങ് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? കുട്ടി പോലീസ് അത് ഒരു മഹത്തായ ഒരു സംജ്ഞ മാത്രമല്ല, ഒരു മൂവ്മെൻറ്റും കൂടിയായി, ഒരു പ്രസ്ഥാനം. എന്താ കാരണം വെച്ചാൽ കുട്ടികളെ ഒരു ഡിസിപ്ലിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരിക. അത് മാത്രമല്ല, അവർക്ക് ഒരു പൗരബോധം, ഉത്തരവാദിത്വ ബോധം, അവർക്ക് പഠനത്തിൻ്റെ അപ്പുറത്ത് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നും, ഒരു പക്ഷേ താങ്കളുടെ ബാല്യകാലത്തിൽ താങ്കൾക്ക് കിട്ടാതിരുന്ന പല സൗഭാഗ്യങ്ങളും
ഒരുപക്ഷെ പിന്നീടുള്ള കുട്ടികളിലൂടെ അത് എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള താങ്കളുടെ വ്യഗ്രതയായിട്ട് വേണമെങ്കിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും. എന്തായിരുന്നു താങ്കളുടെ ആ ഒരു, അദ്ദേഹം പറഞ്ഞ പോലെ അതിൻ്റെ കൺസെപ്ഷ്യലൈസേഷൻ കൺസീവ് ചെയ്തപ്പോഴുള്ളത്, പിന്നെ അതിൻ്റെ പരീക്ഷണ കാലഘട്ടം? ഇത് ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞതുപോലെ 2 അനുഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് രൂപീകരിക്കുന്നത്. ഒന്ന്, ഞാൻ പി വിജയൻ എന്നുള്ള വ്യക്തി ഇവിടെ ഒരു ഒരുപാട് പ്രതിഭാശാലികളായിരിക്കുന്ന കുട്ടികൾ നമ്മളുടെ ഇടയിലുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് 40 കോടിയോളം കുട്ടികളുള്ള ഒരു രാജ്യമാണ്. അതിലെത്രയോ ടാലൻറ്റഡ് ആയിരിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്ക് എന്തുകൊണ്ടോ ഒരു ഘട്ടമെത്തുമ്പോൾ അവരെ ടാലൻ്റ് എല്ലാം അസ്തമിച്ച് ഒരു സാധാരണ മനുഷ്യനായിട്ട് പോകുന്നൊരവസ്ഥയാണ്. ഇവരുടെ ഈ ടാലൻറ്റിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാനും ഉത്തേജിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ ഉള്ള ജീവിതത്തിലെ സ്വപ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അല്ല സ്വപ്നങ്ങൾ കാണിക്കാനും ആ സ്വപ്നങ്ങളെ ചേസ് ചെയ്യാനും പ്രേരിപ്പിക്കാനും ഒരു വേദി വേണമെന്ന് ഞാൻ കുറേ കാലമായി ആലോചിക്കുന്നു. ഇത് എവിടെയാണ് താങ്കളുടെ തലയിൽ എവിടെയാണ് സ്പാർക്ക് അടിച്ചത്? അല്ല, ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാമൂര്യൻസ് ഗുരുവായൂരപ്പൻകുളയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഏതോ ഒരു ഓർഗനൈസേഷൻ പേര് പോലും എനിക്കറിയില്ല, ഞങ്ങളെ കോളേജിൽ നിന്നും 5 പേര് ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിന് വിടാൻ വേണ്ടി പറഞ്ഞു. ഭാഗ്യവശാൽ അവിടുത്തെ പ്രിൻസിപ്പൾ വിട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം അന്നേരത്ത് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് എനിക്ക് അവിടെ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് എന്തൊക്കെയോ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ സിവിൽ സർവീസ് എന്നുള്ള ഒരു കാര്യം സാധ്യമായേക്കുമെന്ന് എനിക്ക് തോന്നിയത് ആ കരിയർ ഗൈഡൻസ്. ഓക്കെ, ഇത് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം അല്ല SPC ബേസിക്കലി. എന്നാലും ഞാൻ പറയാണ്, അവിടെ ഞാൻ കണ്ട കുറേ വ്യക്തികളുണ്ട്, IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ്. ഇവരിലേക്ക് ഞാൻ സാഗൂതം വാച്ച് ചെയ്യായിരുന്നു. ഇവർക്ക് എന്നിൽ നിന്നും വിഭിന്നമായിരിക്കുന്ന അപാരമായ പ്രത്യേകതകളൊന്നും ഞാൻ കണ്ടില്ല. അപ്പം എനിക്ക് തോന്നി എനിക്ക് വേണമെങ്കിൽ ഇതിനകത്തൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതേ കുട്ടികൾക്ക് ഒരുപാട് അന്ന് ഞാൻ ഒരു 20 വയസ്സോ ഒക്കെ ആകുമ്പോഴാണ് 20 താങ്കൾ ഇത് കൺസീവ് ചെയ്ത ഈ ഒരു ഐഡിയ താങ്കളുടെ മനസ്സിലേക്ക് വന്നത് എപ്പോഴാണ്? ഇത് വന്ന് 2006 2006 ഇത് വരാനുള്ള കാരണം ഒരുപക്ഷെ താങ്കളുടെ ആ ചിന്തകളാണ്. ഇതിന്റെ കൂടെ രണ്ടാമത് ഒരു കാര്യം കൂടിയുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഏകദേശം 7-8 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് പലപ്പോഴും മുരടിച്ചു പോകുന്ന ഒരു മനസ്സ് വരുന്നതിന് കുറേ കാരണങ്ങൾ സിസ്റ്റത്തിലുണ്ടായേക്കാം. ഞാൻ ഒരുപാട് കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ താഴെ പിടിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്ന കള്ളന്മാരെല്ലാം ഒരാളെ നന്നായിട്ട് തിരിച്ചു വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ട്രെയിനിങ്ങിന് ASP ട്രെയിനിങ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ സ്ഥിരമായി നിർത്തിയിരിക്കുന്ന ഒരാളുടെ ഒരു പെരുങ്കള്ളനായിരുന്നു. കാരണം അയാൾ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അയാളോട് ചോദിച്ചു, പിന്നെ അയാൾ ഒരു ദിവസം വെറുതെ ഇരിക്കുന്ന ഒരു ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പം ജയിലുകളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അന്നത്തെ ജയിലുകളാണ് കേട്ടോ, നേരത്തെ ജയിലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, സർ ഈ മറ്റേ നമ്മളെ ഇതുണ്ടല്ലോ മറ്റേ ഡിസ്ട്രിക്ട് സബ് ജയിൽ എന്ന് പറയുന്നത് ഒരു നഴ്സറി സ്കൂളിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ്. ഡിസ്ട്രിക്ട് ജയിൽ എന്ന് പറയുന്നത് അതൊരു ഹൈസ്കൂൾ. സെൻട്രൽ ജയിൽ അതൊരു യൂണിവേഴ്സിറ്റി അല്ലേ സാർ എന്നാണ്. അതായത് നമ്മളെ പോലെയുള്ള ഒരു മഹാജനതയുള്ള ഒരു രാജ്യത്ത് ഈ കറക്ഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. കറക്ഷൻ എന്ന് പറഞ്ഞ ഭയങ്കര പരിമിതികളുണ്ട്. പറഞ്ഞല്ലോ, അതായത് താങ്കൾ പിടിച്ചിരിക്കുന്ന കള്ളന്മാര്, താങ്കളുടെ കീഴുദ്യോഗസ്ഥന്മാർ പിടിച്ചിരിക്കുന്ന കള്ളന്മാർ ഇന്നേ വരെ തിരിച്ച് വന്നിട്ട് വളരെ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. മാനസാന്തരപ്പെട്ടിട്ട് വന്നെങ്കിലും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു രാജ്യത്ത് നിയമം സ്വമേധയാ അനുസരിക്കുന്നവരെണ്ണം ബഹുഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ 25 പേരെ 2 ലക്ഷം 3 ലക്ഷം ആളുകളുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഏരിയയിൽ 25 ആളുകളെ പോലീസുകാരെ മാത്രം വെച്ചിരിക്കുന്നത് നിയമം ലംഘിക്കുന്നവരുടെ എണ്ണം താരതമ്യേന വളരെ കുറവായിരിക്കുമെന്നും എന്നാൽ നിയമം അനുസരിക്കുന്നവനായിരിക്കും ബഹുഭൂരിപക്ഷം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഡിറ്ററൻ്റ് ആയിട്ട് വെച്ചത്. പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല. നിയമം സ്വമേധയെ അനുസരിക്കുന്നവരെണ്ണം താരതമ്യേന വളരെ കുറവാണ്. ഇതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അന്തസ്സത്തേക്ക് നിലനിൽപ്പതല്ല. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് നിയമം. ആ നിയമം നമ്മൾ സ്വമേധയെ അനുസരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം എന്ന് പറയാം? ഒരു പക്ഷേ താങ്കളുടെ മനസ്സിലെ ഒരു ഇൻവെർട്ടർ കോമ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ മനസ്സ് അതാണല്ലോ ഇതിനകത്ത് വരുന്നത്. സമൂഹത്തിൽ എന്ത് പരിഷ്കാരം ചെയ്യുന്നതും ഒരു സാമൂഹിക പരിഷ്കരണമാണ്. അതായത് കുട്ടികളാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിലേക്ക് ആകർഷിക്കപ്പെടേണ്ടവർ. തീർച്ചയായിട്ടും. എന്ന് താങ്കൾക്ക് തോന്നാൻ കാരണം എന്താണ്? കാരണം ഒന്ന്, ഞാൻ നാഷണൽ പോലീസ് അക്കാഡമിയിലും IAS അക്കാഡമിയിലും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്തിരിക്കുന്ന കാര്യം, ട്രെയിനിങ് അക്കാഡമികൾക്കെല്ലാം ഈ ആളുകളുടെ
നോളേജ് ലെവലിനെയും കേപ്പബിലിറ്റി ലെവലിനെയും ഈവൻ ഫിസിക്കൽ കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളെയൊക്കെ 15 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ഓടിപ്പിക്കാൻ പോലീസ് അക്കാഡമിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം വളരെ ആ എനർജിയും ആ സ്റ്റാമിനയും ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം കാര്യമായിട്ട് ആർക്കും മാറ്റാൻ പറ്റില്ല ട്രെയിനിങ്ങിന്. ഇത് ഒരു വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സ്വാധീനിക്കാൻ പറ്റുക പ്രയാസം. ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ലെങ്കിലും ഇൻ്റലക്ച്വൽ വലിയ കപ്പാസിറ്റി ഇല്ലെങ്കിലും ആറ്റിറ്റ്യൂഡ് നന്നായി. ഇപ്പം മോഡേൺ വേർഷൻ തന്നെ എന്താണ്, യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ഡിസൈഡ് യുവർ ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ളതാണ്. ഇത് നമ്മളുടെ പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ 8ാം ക്ലാസ്സുകാരൻ്റെയോ ഒക്കെ ഇതൊരു ഒരു 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 സെറ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ്. ഇവൻ്റെ അടുത്ത് നമ്മൾ ഇതാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഫോർമേറ്റീവ് പീരീഡാണ്. ഈ സമയത്ത് നമ്മൾ പറയാണ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള വിവിധ ഓപ്ഷൻസ് അവൻ്റെ മുമ്പിൽ വെക്കും. നിങ്ങൾ ഇതിൽ നല്ലതെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഏജിലാണ് നമുക്ക് ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കാൻ വരട്ടെ ഒരാൾ. മിസ്റ്റർ വിജയൻ, യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. ഇങ്ങനെയൊരു സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾക്ക് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുന്ന ഒരു വലിയ പരീക്ഷണമാണ് നിങ്ങൾ കൊണ്ടുവന്നത്. അത് തീർച്ചയായും കേരളത്തിൽ വൻ വിജയം നേടി ലോക ശ്രദ്ധ പിടിച്ചുപറ്റി നിങ്ങൾക്ക് അവാർഡും കിട്ടിയിരിക്കുന്നു. ഞാൻ അനുമോദിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വിഭാവനം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ തന്നെ ചിലപ്പോൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പ്രതിബന്ധങ്ങളെയാണ് നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്? അതൊന്ന് വിശദീകരിക്കാം. ഒരു റിട്ടയർഡ് IAS എന്ന നിലയിൽ ശ്രീ വിശ്വംഭരന് ഈ പാര വരുന്ന വഴികൾ എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തായാലും താങ്കൾക്ക് ഒരു IPS താങ്കൾക്ക് പ്രത്യേകിച്ച് പോലീസ് വകുപ്പിൽ ഏത് രൂപത്തിലാണ് പാരയാണോ കൈക്കോട്ടാണോ പിക്കാക്സ് ആണോ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാൻ പറ്റും. ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറയേണ്ടായിരുന്നു, നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്നും മാറി നോക്കുന്ന സമയത്താണ് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കാണാറുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് ലക്ഷ്യമാണ്. പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാം. ചില ആളുകളെ നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമെടുത്തിട്ടുണ്ട്. ചില ആളുകൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ കുട്ടികൾ എന്ന് പറയുമ്പോഴേക്ക് തൻ്റെ കുട്ടികളോടോ പേരക്കിടാങ്ങളോടോ ബന്ധപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാ മേഖലകളിൽ നിന്നും ഈ നിറഞ്ഞ കൈകളോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ചില മേഖലകളിൽ നിന്നൊക്കെ ഒരു സംശയത്തോടുകൂടി നോക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു പ്രതികരണം ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പക്ഷേ ഈ പറഞ്ഞ നിലവിലുള്ള രീതികൾ അവലംബിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോലീസുകാർ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ കളനപ്പെടുത്തോ മറ്റു കാര്യങ്ങളൊക്കെയാണ് നടന്നാൽ പോലെ അതിനിടയ്ക്ക് ഈ പിള്ളേരെ കാര്യം നോക്കി നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ വല്ലോ അധ്യാപകരോ നഴ്സറി സ്കൂളോ ആൾക്കാരോ അല്ലെങ്കിൽ വല്ലോ ഇതെന്ന് പോലീസുകാരൻ തന്നെ ഇതിനകത്ത് മെനക്കെടേണ്ട കാര്യം എന്ത് വേണമെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കോ അല്ലെങ്കിൽ മേലധികാരിക്കോ തോന്നിയിട്ടുണ്ടാവുമല്ലോ. അല്ല, ഇത് ഇപ്പോഴും തോന്നുന്നവരുണ്ട്. ഇതിൽ രണ്ട് കാര്യമുണ്ട്. ചില ആളുകൾ ഇതിന്റെ വളരെ ഇതിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ ആടണ്ട് ഇത് ശരിയാണെന്ന്, ചില ആൾക്കാർ ആടനായിട്ട് എതിർക്കുകയാണ്. അല്ല ചില ആളുകൾ കരുതുന്ന എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വിളിച്ച് പറയാണ് നമുക്ക് ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്ത് വേണേലും ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർ താങ്കളോടുള്ള പേഴ്സണൽ വിരോധം കൊണ്ട് ചെയ്യാതിരിക്കുന്നു. അല്ല, അതിന്റെ ഒരളവ് ക്വാണ്ടിറ്റി എത്രയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, ഇതൊരു പോലീസ് പണിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ അവരോടായിട്ട് ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എന്താണ് പോലീസിൻ്റെ ജോലി എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ഒന്ന്, നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇത് പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രൈമാണ് നമ്മളതെങ്കിൽ. ഒന്ന് ഡിറ്റക്ഷൻ ഒക്കെ ഒരു ഭാഗത്ത്, അത് കുട്ടി പോലീസ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റായിട്ട് യാതൊരു പ്രിവെൻഷനാണ് നമ്മളെന്ന് പറയുന്നത്. ഒരു കള്ളൻ വീടിന്റെ അടുത്തെത്തി വാതിലിങ്ങനെ ചവിട്ടി തുറക്കാൻ പോകുന്ന സമയത്ത് പിടിക്കുന്നതാണോ? ആണോ ഒരാള് കള്ളനായി കള്ളനായി രൂപപ്പെടുന്നതിന് മുമ്പ് അവനൊരു നെഗറ്റീവ് എനർജിയായി ഒരു ലയബിലിറ്റി ടു ദ സൊസൈറ്റി ആയി മാറുന്നതിന് മുമ്പ് അവനൊരു പോസിറ്റീവ് എനർജി ആകുന്നതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന പദ്ധതി ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയല്ല. എത്ര ആൾക്കാർ ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് എത്ര കുട്ടികളുണ്ട്? ഇപ്പം 37,000 കേരളത്തിൽ തന്നെയുണ്ട്. 37,000 കുട്ടികൾ ഇപ്പം ട്രെയിനിങ്ങിൽ കേരളത്തിൽ മാത്രം നടക്കുന്നത്. അത് മാത്രം, ഇത് കേരള പോലീസ് ഇതിനൊരു ലീഡർഷിപ്പ് റോളാണ് നൽകുന്നത്. ഇത് വിദ്യാഭ്യാസ വകുപ്പ്, പിന്നെ നമ്മളുടെ ട്രാൻസ്പോർട്ട് വകുപ്പ്, എക്സൈസ്, ഫോറസ്റ്റ് മുതലായ വിവിധ വകുപ്പുകളുടെ കൂട്ടായിരിക്കുന്ന പ്രവർത്തനമാണ്. വളരെ ശ്രീ വിജയൻ, എനിക്ക് തോന്നുന്നു താങ്കൾക്ക് അനുഗ്രഹമായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അകമഴിഞ്ഞൊരു തീർച്ചയായിട്ടും പിന്തുണ. പക്ഷേ ഡിപ്പാർട്ട്മെന്റിലെ സ്വാഭാവികമായിട്ട് ഇപ്പം താങ്കൾക്ക് ഇപ്പം ഒരു സെർവിങ് പോലീസ് ഓഫീസർക്ക്
താങ്കളുടെ മുമ്പിലുണ്ടായിട്ടുള്ള വൈതരണികളെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. താങ്കൾക്ക് താങ്കളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ താങ്കളെ നിർബന്ധിക്കുകയില്ല. എന്താ കാരണം വെച്ചാൽ ആ തൊപ്പി തലയിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു അകമഴിഞ്ഞ ഒരു പിന്തുണ ഒരുപക്ഷെ സമീപകാലത്തൊന്നും പോലീസ് വകുപ്പിൻ്റെ തലപ്പത്തോ അല്ലെങ്കിൽ ഭരണനിർവഹണത്തിൻ്റെ തലപ്പത്തോ ഉള്ള ആൾക്കാർ ഇത്രത്തോളം ഇങ്ങനെ ഒരു പരിപാടിയെ പ്രോത്സാഹിപ്പിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ ഞാൻ 2 സാമ്പിൾസ് കാണിച്ചു തരാം. ഈ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു സ്റ്റേഷന്റെ പരിധിയിൽ ഒരു സ്കൂള് എന്ന നിലയിൽ 450 സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് സ്വീകരിക്കും. ഈ പദ്ധതികൾ നടപ്പിവരുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കലവറയില്ലാത്ത പിന്തുണ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് പലപ്പോഴും ദുഷ്കരമാണ്. പക്ഷേ ശ്രീ പി വിജയൻ എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മേൽ ഒരു രാഷ്ട്രീയ സമന്വയം ഉണ്ട്. അല്ല, ഇത് ആദ്യം പറഞ്ഞു വെച്ച ഒരു കാര്യം കൂടി. കാരണം ഡിപ്പാർട്ട്മെന്റിൽ എന്ന് തന്നെ എൻ്റെ ബഹുഭൂരിപക്ഷ ആളുകളും ഇതിനൊരു സപ്പോർട്ട് തന്നില്ലായിരുന്നെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ പൊളിറ്റിക്കൽ ആയിരിക്കുന്ന കേരളത്തിൻ്റെ ഒരു യുണീക്ക് നേച്ചർ ഇത് തന്നെയാണ് പല സംസ്ഥാനങ്ങളും ഭയപ്പെടുന്നത്. ഇത്തരത്തിലൊരു സപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുമോ എന്നുള്ളത്. 2006 ഞങ്ങൾക്ക് ഈ ഇതിൻ്റെ ഒരു ചെറുതായി ചിന്തിച്ചു തുടങ്ങി. 2008 പരീക്ഷണം, അതായത് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഇത് നടത്തി കാണിച്ചുണ്ട്, നടക്കണം എന്നുള്ള നമുക്കൊന്ന് അറിയണ്ടായിരുന്നു. നടത്താൻ വേണ്ടി ഞാൻ പെരുമ്പാവൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നപ്പം അവിടെ രസകരമായ കുറേ അനുഭവങ്ങളുണ്ട്. സ്കൂളൊക്കെ കൈയടിച്ച് സ്വീകരിച്ചെങ്കിലും ചില വ്യക്തികൾ ഇതെന്താണ് എൻ്റെ ഏരിയയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ എന്നെ അറിയിക്കേണ്ടതെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളൊന്ന് നടത്തി നോക്കാൻ വേണ്ടിയിട്ടാണ്, വിജയിക്കാണ് എല്ലാവരോടും പറയാമെന്ന് കേട്ടു. പക്ഷെ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് അവിടെ നടത്തി. പിന്നീട് അത് 2010 ആകുമ്പോഴേക്ക് ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്. ഗവൺമെൻറ് ഏറ്റെടുത്ത് 100 സ്കൂളിലെ വ്യാപിപ്പിക്കുന്നു. ചെറിയ രീതിയിലുള്ള സാമ്പത്തികമായിരിക്കുന്ന അലോക്കേഷൻ അതിനകത്ത് വെക്കുന്നു. 2010 കഴിഞ്ഞ് ഗവൺമെൻറ് മാറുന്നു. പിന്നീട് ഇലക്ഷൻ വന്നു. അപ്പോൾ ആദ്യം തന്നെ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി ഗവൺമെൻറ് ഏറ്റെടുത്ത് നടക്കുന്നു ആദ്യത്തെ പത്രസമ്മേളനത്തിൽ. പിന്നീട് ഇതിന് ബജറ്ററി പ്രൊവിഷൻ. ഇന്നും ഇവിടെ ഞാൻ DIG ഇൻ്റലിജൻസ് എന്നുള്ള നിലക്ക് നിയമസഭയിൽ ഇരിക്കുന്നതാണ്. നിയമസഭയിൽ അടിയന്തര പ്രമേയം വളരെ രൂക്ഷമായി പോലീസിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു അടിയന്തര പ്രമേയം കോടിയേരി ബാലകൃഷ്ണൻ സാർ അവതരിപ്പിച്ച അന്നാണ്. ഇപ്പം അടുത്ത ദിവസം SPCയുടെ ഡയറക്ടറേറ്റിൻ്റെ ഉദ്ഘാടനം. സാറും വന്നു, മുഖ്യമന്ത്രിയും വന്നു, ആഭ്യന്തരമന്ത്രിയും വന്നു. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമ്മളൊരു നല്ല പ്രോജക്റ്റ് സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ഇൻക്ലൂസീവായിട്ട് കാണുകയാണെങ്കിൽ പല നിയമസഭയിലെ ചർച്ചകളിലും തന്നെ എല്ലാ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ കൂടുതൽ പണം കൊടുക്കണമെന്ന് പറയുന്ന ഒരു പ്രോജക്റ്റായിട്ട് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പോലെ ഇവിടെ ഇതിനകത്ത് നമ്മൾ കൺസീവ് ചെയ്യുന്നതിന് ഒരു ലോങ് ടേം വിഷനും അതുപോലെ തന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിരിക്കുന്ന ഒരു ശ്രമവും ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു കോസിന് വേണ്ടിയിട്ട് കോസ് നമ്മളൊരു പാഷനാക്കി മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് നിഷ്പ്രയാസം കേരളത്തിലുള്ള കാര്യമല്ല. കേരളത്തിൽ ഇത്രത്തോളം അവബോധമുള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇവിടെ വരേണ്ട ഒരു കുട്ടിയുണ്ട്. എൻ്റെ പേര് അനീറ്റ ജോസ്. ഞാൻ പട്ടം സെൻറ് മേരീസ് സ്കൂളിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എനിക്ക് SPC ചേർന്നതിലൂടെ നല്ലൊരു ആത്മധൈര്യവും ആത്മവിശ്വാസവും പകർന്നു കിട്ടി. ഈ കാക്കിയിടുമ്പോൾ എനിക്ക് ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള ശക്തിയാണ് എനിക്കിതിലൂടെ ലഭിക്കുന്നത്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, സാർ തൃശ്ശൂർ ജില്ലയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സാറിനെയും കുടുംബത്തെയും ഒഫീഷ്യൽ മോഡൽ കപ്പിൾ എന്ന ബഹുമതി നൽകി എന്ന് ഞാൻ വായിച്ചറിഞ്ഞു. അപ്പോൾ സാറിന് ഭാവിയിൽ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന യുവതലമുറയോട് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? കുട്ടി ചെറുതല്ലാത്തൊരു പണി ഇത് ഇത്തിരി കട്ടിയുള്ള ചോദ്യം തന്നെയാണ്. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോഡൽ ഒഫീഷ്യൽ കപ്പിൾ എന്നുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ ഈ അവാർഡ് കിട്ടിയതിനെ കുറിച്ചിട്ട് പറയാം. ഞാൻ അവാർഡ് കിട്ടിയ സമയത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്നോട് ചോദിച്ചു, ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ ചോദിച്ചു, ഈ കാലത്ത് ഇപ്പം മൊത്തം പ്രശ്നമുള്ളൊരു കാലത്ത് നിനക്ക് ഇങ്ങനെ ഒരു അവാർഡൊക്കെ ഒപ്പിച്ചിട്ടിന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സാറിനാണ്. എന്തേന്ന് ചോദിച്ചു. അല്ല, ഞങ്ങളെ രണ്ടുപേരും 2 ജില്ലയിൽ നിർത്തിയത് കൊണ്ടല്ലേ മോഡലായത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ബേസിക്കലി കുട്ടി ചോദിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ചും ഞാൻ അവരുടെ ഒരു ചെറിയ മെന്ററായിട്ട് നിൽക്കുന്നിടത്ത്, കാരണം ഒരു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുടുംബ ഛിദ്രത അല്ലെങ്കിൽ ഡൈവോഴ്സാണ്. ഇത് വളരെ ഇമ്മച്വർ ആയിരിക്കുന്ന ഒരു ബിഹേവിയർ ബോത്ത് സൈഡും നടക്കുന്നുണ്ട് എന്നൊരു സത്യമാണ്.
ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ മേലെ പുരുഷന്മാർക്ക് മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രതീതികളായിട്ട് ഒരാളും തന്നെ ഇനി ഒരു കുടുംബജീവിതത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ ജീവിതത്തിന്റെ പ്രായോഗിക വശത്തിൽ നിന്ന് സംസാരിക്കുന്നതാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെയല്ല, ഭാഗ്യവശാൽ ഇതിൽ കുഴപ്പമില്ലാതെ പോകുന്നു. അതായത് നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഏറ്റവും കുടുംബജീവിതം ഭദ്രമാകാനുള്ള ഏറ്റവും നല്ല മാർഗം ഭാര്യയ്ക്ക് അടിമയായിട്ടിരുന്നാൽ മതി എന്നവർക്ക്. അല്ല, അങ്ങനെ ഞങ്ങൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിമയല്ല. പക്ഷേ ഒരു അത് ഞാൻ ഡോക്ടർ ബീനയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരാൾ പറയുന്നതിനെ കേൾക്കാനെങ്കിലും താല്പര്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പ്രയാസമായിരിക്കും. വരട്ടെ. വീട്ടിലെ വ്യക്തി എന്നത് ഈ ഔപചാരികമായിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ ഏറ്റവും നന്നായിട്ട് പോകുമ്പോഴും ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, കുട്ടികളോട് വളരെ വളരെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതും വീട്ടിൽ എന്താ പറയുക, ഒരുപാട് തമാശയൊക്കെ പറയുന്നത്. എനിക്കൊന്നും തമാശ ആസ്വദിക്കാനില്ലാണ്ട് തമാശ പറയാൻ എനിക്കറിയില്ല. ഇതാണെങ്കിൽ നല്ല രസമായിട്ട് തമാശകൾ പറയുമ്പോൾ വീട് വളരെ ലൈവ്ലി ആവും. പലപ്പോഴൊക്കെ വീട്ടിൽ വരത്തുള്ളൂ, വളരെ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷെ ആ സ്പെൻഡ് ചെയ്യുന്ന സമയം, അത് ഫാമിലിയോട് സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ ക്വാളിറ്റി ടൈമാണ്. നമ്മൾ ഈ സമയത്തിൻ്റെ ദൈർഘ്യത്തിനപ്പുറത്തേക്ക് ആ നൽകുന്ന സമയത്തിൻ്റെ ആ കണ്ടന്റ്, ആ ക്വാളിറ്റി വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഒരു നല്ലൊരു ഫാദറായിട്ട്, ഒരു നല്ല കുടുംബനാഥൻ മാത്രമല്ല, വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ വീട്ടിലെ പട്ടിയുടെ കാര്യമാവട്ടെ, വീട്ടിലെ കൃഷിയാകട്ടെ, ചെടികളാകട്ടെ, വീട്ടിലെ അങ്ങനെ മൊത്തം വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പലപ്പോഴും ഫുൾ ടൈം വീട്ടിൽ ഇരിക്കുന്ന എനിക്ക് പോലും ഞാൻ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ പിന്നെ ഡോക്ടർ ബീനയുടെ പ്രതിപാദനത്തിന്റെ ഇടയിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് ചില കാര്യങ്ങൾ പറയുന്നത്. വേണ്ടല്ലേ, ഞാനത് അധിക അനാട്ടമിയിലേക്ക് പോകേണ്ട കാര്യമില്ല. അതാ നല്ലത്. അത് നല്ലത്. വിരളമായേ വീട്ടിൽ വരാറുള്ളൂ. വിരളമായിട്ട് നല്ല സമയത്തിന്റെ കുറവുണ്ട്. വളരെ ജെന്യുവനായിട്ട് വീരയൊക്കെ സംസാരിച്ചു. ഹലോ യൂട്യൂബ്, മൈ നെയിം ഇസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.